ഞാൻ പാണനല്ല പുലിയനല്ല നീ തമ്പുരാനുമല്ല ആണിൽ എനിക്കൊരു കാടുകട്ടവന്റെ നാട്ടിൽ ചോറുകട്ടവൻ മരിക്കും നീർനിലങ്ങളിൽ അടിമയാരുടമയാരും. വേടൻ വെറുമൊരു റാപ്പറല്ല, തീയാണ് തീ. തന്റെ കറുത്ത ശരീരത്തെ നോക്കി കൂട്ടുകാർ വേടൻ എന്ന് വിളിച്ച് കളിയാക്കിയപ്പോൾ ആ പേരിനെ തന്നെ സ്വീകരിച്ച് ലക്ഷക്കണക്കിന് ആരാധകരെ ലോകം മൊത്തം നേടിയെടുത്ത ജേതാവ്. മറ്റുള്ള റാപ്പർമാർ പ്രേമവും തേപ്പും തേപ്പുപെട്ടിയും ഒക്കെ പാടുമ്പോൾ വേടൻ ചരിത്രത്തെയും സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളെയും നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, ഇങ്ങനെ ഒരു വരി കേരളത്തിലെ ഒരു കവികളോ അല്ലെങ്കിൽ എഴുത്തുകാരോ ചിന്തിച്ചിട്ടുണ്ടാവാനിടയില്ല. അവിടെയാണ് വേടൻ എന്ന റാപ്പറുടെ പ്രസക്തി. സിനിമാ നടൻ അനൂപ് മേനോൻ പറഞ്ഞതുപോലെ വേടന്റെ പാട്ടുകളേക്കാൾ ശ്രദ്ധിക്കേണ്ടത് വേടന്റെ വരികളാണ്. മൂർച്ചയേറിയ വാക്കുകൾ താളത്തിൽ തഞ്ചത്തിൽ കോർത്തിണക്കി തനിക്ക് പറയാനുള്ളത് വേടൻ സമൂഹത്തോട് വിളിച്ചു പറയുന്നു. വേടൻ തന്നെ പറയുന്നത് പോലെ പാട്ടിലൂടെ പറയുന്നത് കൊണ്ട് ആളുകൾ കേൾക്കുന്നു, അത് ആസ്വദിക്കുന്നു. നാട്ടിലിറങ്ങി പറഞ്ഞാൽ അവരെന്നെ തല്ലിക്കൊല്ലും. പാലക്കാട് ഒരു ഷോ നടക്കുമ്പോൾ വൻ കലാപത്തിലേക്ക് വഴിമാറേണ്ടിയിരുന്ന വഴക്കിനിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് നിർത്തര എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ നിയന്ത്രിക്കാൻ വേടനല്ലാതെ മറ്റാർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. അവിടെയാണ് വേടന്റെ ജനസമ്മതി നമ്മൾ കാണേണ്ടത്. പാടുന്നതും എഴുതുന്നതും ദളിത് രാഷ്ട്രീയമാണെങ്കിലും എല്ലാത്തരം മനുഷ്യരും പ്രായക്കാരും വേടനെ കാണുന്നു, കേൾക്കുന്നു. അല്ലാതെ മദ്യവും MDMA അകത്താക്കി തെക്ക് വടക്ക് വീടിനും നാടിനും ശല്യമായി തെണ്ടി നടക്കുന്നവരല്ല 2K കിഡ്സ്. മേൽപ്പറഞ്ഞ കൂട്ടങ്ങൾക്കൊന്നും വശംവദനാകാതെ വേടൻ എഴുത്തിൽ കവി A അയ്യപ്പനെ പോലെയും സംഗീതത്തിൽ മഹാനായ മൈക്കിൾ ജാക്സനെ പോലെയും ഇനിയും ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിയർപ്പു തുന്നിയിട്ട കുപ്പായം. ഇതുപോലുള്ള വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.